ഇന്നലെ രാവിലെയാണ് വ്ളാത്താങ്കര RC ചർച്ചിന് സമീപം താമസിക്കുന്ന വിഷ്ണു എന്ന 36-കാരൻ 33-കാരിയായ ഭാര്യ അൽമയെ കൊലപ്പെടുത്തിയത്. വിവാഹം കഴിഞ്ഞ 9 വർഷം പിന്നിട്ടിട്ടും മക്കളില്ലാതിരുന്നതാണ് കൊലപാതകത്തിലേക്ക് വഴിതെളിച്ചതെന്നും അടുത്ത കാലത്തായി ഇരുവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പതിവായിരുന്നുവെന്നും പാറശാല പോലീസ് പറയുന്നു. ഇന്നലെ രാവിലെ കൊലപാതകം നടക്കുമ്പോൾ വീടിനു സമീപത്തെ പള്ളിയിൽ ആരാധന നടക്കുന്നതിനാൽ ബഹളം പുറത്തേക്ക് കേട്ടില്ല. സംശയരോഗി കൂടിയായിരുന്ന വിഷ്ണുവും ഭാര്യ അൽമയും തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസം തർക്കത്തിലേക്കും കൊലപാതകത്തിലേക്കും നയിക്കുകയായിരുന്നു. രണ്ടാഴ്ച മുൻപ് വിഷ്ണു വാങ്ങി സൂക്ഷിച്ചിരുന്ന വെട്ടുകത്തിയെടുത്ത വലതു ചെവിയുടെ പുറകിലും കഴുത്തിലുമായി വെട്ടി. തലയെണ്ണ ഉപയോഗിച്ച് മൂക്കുപൊത്തി ശ്വാസം മുട്ടിച്ച് മരണമുറപ്പാക്കി. ഭാര്യയെ കൊലപ്പെടുത്തിയ വിവരം വിഷ്ണു തന്നെയാണ് തൊട്ടടുത്തുള്ള സഹോദരന്റെ വീട്ടിലെത്തി പറയുന്നത്. ഇതോടെയാണ് വിവരം പുറലോകമറിഞ്ഞത്. ബന്ധുക്കളും നാട്ടുകാരും വിഷ്ണുവിന്റെ വീട്ടിലെത്തുമ്പോൾ ചോരയിൽ കുളിച്ച നിലയിലായിരുന്നു അൽമ. വിഷ്ണുവും അൽമയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പതിവായിരുന്നുവെന്ന് അൽമയുടെ പിതാവ് പോലീസിൽ നൽകിയ മൊഴിയിൽ പറയുന്നു. കത്തിയടക്കം മുൻകൂട്ടി വാങ്ങി സൂക്ഷിച്ചതുൾപ്പെടെ കണക്കിലെടുക്കുമ്പോൾ നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ച ആസൂത്രിത കൊലപാതകമാണോ നടന്നതെന്ന സംശയവും പോലീസിനുണ്ട്. PSC കോച്ചിംഗ് സെന്ററിലെ അധ്യാപകനാണ് വിഷ്ണു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം വെള്ളറടയിലെ അൽമയുടെ വീട്ടിലെത്തിച്ച പൊതുദർശനത്തിന് ശേഷം മതാചാരപ്രകാരം സംസ്കരിച്ചു. നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കിയ വിഷ്ണുവിനെ റിമാൻഡ് ചെയ്തു. കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ കുടുംബ പ്രശ്നമല്ലാതെ കൊലയ്ക്ക് മറ്റെന്തെങ്കിലും കാരണമുണ്ടായിരുന്നു എന്നതുൾപ്പെടെ വ്യക്തമാകൂ എന്ന് പാറശാല പോലീസ് പറയുന്നു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.